സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ 1/4 കോടിയോളം വരും. കൃത്യമായി പറഞ്ഞാൽ 24,80,503 പേരെയാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതോടെ ഈ ആളുകൾ അത്രയും ഒരർത്ഥത്തിൽ കന്നി വോട്ടർമാരാകുകയാണ്. മേൽപ്പറഞ്ഞ 24 ലക്ഷത്തിൽ 16 ലക്ഷത്തോളം ആളുകളെ കണ്ടെത്താനായില്ല, മറ്റുള്ളവർ എന്നീ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരാണ് കന്നി വോട്ടർമാരെ പോലെ പുതുതായി അപേക്ഷ നൽകി വോട്ടർമാർ ആകേണ്ടത്. ഇവിടെ മറ്റൊരു പ്രതിസന്ധി കൂടി ഉടലെടുക്കുന്നുണ്ട്. തങ്ങൾ പുതുതായി വോട്ട് ചേർക്കുന്നതോടെ ഇത്രയും നാൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന തെറ്റായ വിവരം സർക്കാർ രേഖകളിൽ ഇടം പിടിക്കുകയല്ലേ എന്ന ചോദ്യം ഉയരും. ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ എന്ത് മറുപടിയാണ് ഉള്ളത് എന്ന് അറിയില്ല. ഇതിനു പുറമെ SIRമായി കൂട്ടിയിണക്കാനുള്ള വിവരങ്ങൾ നൽകാനാകാതെ പോയ 19 ലക്ഷം ആളുകളും കരട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. ഇത്തരക്കാർക്ക് ഹിയറിംഗ് നടത്താനുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കുകയാണ്. SIR കരട് പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് മുന്നിൽ ഇനിയുള്ള ഏക മാർഗം പുതുതായി വോട്ട് ചേർക്കുക എന്നത് മാത്രമാണ്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി തെറ്റാണ് എങ്കിൽ ഫോം 6 വഴി പുതിയ വോട്ടറായി ചേരാം. പ്രവാസിയാണെങ്കിൽ ഫോം 6A വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇത്തരത്തിൽ പുതുതായി അപേക്ഷിക്കുന്നവർക്ക് പുതിയ വോട്ടർ കാർഡും നമ്പരുമാണ് ലഭിക്കുക. ഇതോടെ ഇവർ മുൻകാലങ്ങളിൽ വോട്ട് ചെയ്തതിന്റെ രേഖകൾ ഇല്ലാതാകും എന്ന ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത്. അത് മറ്റൊരു ആശയക്കുഴപ്പത്തിനും വഴിവെക്കുന്നുണ്ട്. തങ്ങൾ ഇത്രയും നാൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന തെറ്റായ വിവരം സർക്കാർ രേഖകളിൽ ഇടം പിടിക്കുകയല്ലേ എന്നാണ് ഒഴിവാക്കപ്പെടുന്നവരുടെ ആശങ്ക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് തിരുത്തേണ്ടത് വോട്ടറുടെ ആവശ്യമാക്കി മാറ്റുന്നത് അന്യായമാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികളും വിമർശിക്കുന്നു. 2002 പട്ടികയിൽ സ്വന്തം പേരും രക്ഷിതാക്കളുടെയോ അവരുടെ രക്ഷിതാക്കളുടെയോ പേരും ഇല്ലാത്തതും SIRമായി ബന്ധിപ്പിക്കാനുള്ള വിവരങ്ങൾ നൽകാനാകാതെ പോയതുമായ 19.32 ലക്ഷം ആളുകൾ പുറത്തുണ്ട്. ഇത്തരക്കാരെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികളായിരിക്കും ആദ്യം നടക്കുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും. ഇവരുടെ ഫോമുകൾ പരിശോധിച്ച ശേഷം ആരെയൊക്കെ ഹിയറിംഗിന് വിളിക്കണമെന്ന് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറായ ERO തീരുമാനിക്കും. ഇതനുസരിച്ച് BLOമാർ വഴി നോട്ടീസ് നൽകി ഹിയറിംഗിന് വിളിക്കും. BLOമാർ തന്നെ നേരിട്ട് പരിചയക്കാരായ ഇത്തരം ആളുകളെ വിളിക്കുകയും തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കിച്ച് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. BLOമാർ അപ്ലോഡ് ചെയ്യുന്ന രേഖകൾ അംഗീകരിക്കപ്പെട്ടാൽ ഇത്തരക്കാർക്ക് പിന്നീട് ഹിയറിംഗിന് പോകേണ്ട ആവശ്യം വരില്ല. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പര്യാപ്തമെന്ന് ബോധ്യപ്പെട്ടാൽ ഹിയറിംഗ് ഇല്ലാതെ തന്നെ ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട് എന്ന് കണ്ടാൽ BLOമാർ വഴി ഹിയറിംഗിന് നോട്ടീസ് നൽകി വിളിപ്പിക്കും. ഈ സമയം വ്യക്തമായ രേഖകൾ ഹാജരാക്കുന്നവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇനി അഥവാ ഹിയറിംഗിന് ശേഷവും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ അതിന്റെ കാരണം കൃത്യമായി വോട്ടറെ ബോധ്യപ്പെടുത്തിയിരിക്കണമെന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചിട്ടുണ്ട്. ഹിയറിംഗിന് സമയം നിശ്ചയിച്ച് നൽകുന്ന നോട്ടീസിലും എന്ത് കാരണം കൊണ്ടാണ് ഹിയറിംഗിന് ഹാജരാകേണ്ടത് എന്ന് നിർദ്ദേശിച്ചിരിക്കണം. എന്യൂമറേഷൻ ഫോമിൽ നൽകിയ വിവരം പൂർണ്ണമല്ല എങ്കിലോ തെറ്റാണ് എങ്കിലോ 2002 വോട്ടർ പട്ടികയുമായി ചേരുന്നില്ല എങ്കിലോ ആണ് ഹിയറിംഗിന് വിളിപ്പിക്കേണ്ടത്. ഹിയറിംഗ് നോട്ടീസ് പലയിടത്തും BLOമാർ വഴി നൽകി തുടങ്ങിയിട്ടുണ്ട്. 7 ദിവസത്തിനകമാണ് ഹിയറിംഗിന് ഹാജരാകേണ്ടത്. കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള 12 രേഖകളിൽ ഒരെണ്ണമാണ് ഹാജരാക്കേണ്ടത്. ഒരിക്കൽ ഹിയറിംഗിന് ഹാജരാകാൻ സാധിച്ചില്ല എങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല. രണ്ടാമതൊരു അവസരം കൂടി ഇത്തരക്കാർക്ക് നൽകും. ഒരു വോട്ടറുടെ രേഖ ഹാജരാക്കാൻ BLAമാർക്കും അനുവാദമുണ്ട്. എല്ലാവർക്കും തിരിച്ചറിയൽ രേഖകൾ ഉള്ളതിനാൽ തന്നെ 2002 പട്ടികയുമായി ഒത്തുചേരാത്ത എല്ലാവർക്കും ഹിയറിംഗ് ആവശ്യമായി വരില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. കൃത്യമായ രേഖ ഹാജരാക്കുന്നവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിയറിംഗിൽ ERO എടുക്കുന്ന തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ 15 ദിവസത്തിനകം 1ാം അപ്പീൽ അധികാരിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാം. കളക്ടറുടെ തീരുമാനവും പ്രതികൂലമായാൽ 30 ദിവസത്തിനകം 2ാം അപ്പീൽ അധികാരിയായ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകാനും അവസരമുണ്ട്. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുന്ന അന്തിമ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവർക്ക് ഫോം 6 ഉപയോഗിച്ച് പുതിയ വോട്ടറായി പേര് ചേർക്കാൻ സാധിക്കും. ഫോം 6 ഉപയോഗിച്ച് വോട്ടറായി പേര് ചേർക്കാം എന്നാണ് പറഞ്ഞത്. അതേസമയം എന്യൂമറേഷൻ വിവരശേഖരണം ഒരിക്കൽ കൂടി നടന്നേക്കും. കാരണം
പൂരിപ്പിച്ച് സമർപ്പിച്ച പല എന്യൂമറേഷൻ ഫോമുകളിലും യുക്തിപരമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വ്യാപകമായി ഫോമുകൾ BLOമാർക്ക് തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. 2002ലെയും 2025ലെയും വോട്ടർ പട്ടികയിലെ പേരിലെ വ്യത്യാസം മുതൽ രക്ഷിതാവിന്റെയും മക്കളുടെയും വയസ്സിലെ അന്തരം വരെ ചൂണ്ടിക്കാട്ടിയാണ് ഫോമുകൾ പുനഃപരിശോധനയ്ക്കായി നൽകുന്നത്. ഇതിനകം മാപ്പ് ചെയ്തവരുടെ കാര്യത്തിലാണ് ഈ പുനഃപരിശോധന നടക്കുന്നത്. 1200 വോട്ടർമാരുള്ള ബൂത്തിൽ കുറഞ്ഞത് 150 അപേക്ഷകൾ വരെ ഇങ്ങനെ സംശയം ഉന്നയിച്ച് മടങ്ങുന്നതായാണ് വിവരം. സംസ്ഥാനത്താകെ 25,468 ബൂത്തുകളുണ്ട്. ഈ കണക്ക് പ്രകാരം 38 ലക്ഷത്തോളം ഫോമുകൾ വേരിഫിക്കേഷൻ നടത്തേണ്ടി വരും. ഹിയറിംഗിനുള്ള നോട്ടീസ് വിതരണത്തിനൊപ്പം എന്യൂമറേഷനിലെ ഈ പൊരുത്തക്കേടുകൾ കൂടി മുന്നിൽ കണ്ടാണ് BLOമാരുടെ SIR ഡ്യൂട്ടി 1 മാസത്തേക്ക് കൂടി നീട്ടിയത്. 2002ലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതും ഉറപ്പുവരുത്തിയതും രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ചിലയിടങ്ങളിൽ റേഷൻ കാർഡിലെ പേര് വിവരങ്ങളായിരുന്നു SIRൽ ചേർക്കാനുള്ള മാനദണ്ഡം. ആധാർ വന്ന ശേഷമാണ് രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയും ഇനീഷ്യൽ, പേരിലെ അക്ഷരങ്ങൾ എന്നിവയിൽ സൂക്ഷ്മത ഉറപ്പുവരുത്തിയുമെല്ലാം വോട്ടർ പട്ടിക പരിഷ്കരിച്ചത്. ഇതോടെ 2025ലെ പട്ടിക താരതമ്യേന കുറ്റമറ്റതായിരുന്നു. ഇതും പഴയ അപൂർണമായ 2002ലെ പട്ടികയും SIRനെ മാനദണ്ഡമാക്കിയതാണ് ഇപ്പോൾ യുക്തിപരമായ പൊരുത്തക്കേടുകൾക്ക് കാരണമായത്. ഉദാഹരണത്തിന് 2025ലെ പട്ടികയിൽ P. മാധവൻ നായർ എന്ന് പേരുള്ള ഒരാളുടെ പേര് 2002ലെ പട്ടികയിൽ ഒരുപക്ഷെ മാധവൻ എന്നു മാത്രമായിരിക്കും. ഇതിന് കാരണം അന്ന് റേഷൻ കാർഡ് മാനദണ്ഡമാക്കിയതുകൊണ്ടാകും. BLOയുടെ വിവേചനാധികാരം ഉപയോഗപ്പെടുത്തി ഇവ രണ്ടും ഒരാളാണ് എന്ന് സ്ഥിരീകരിച്ച് മാപ്പിംഗ് നടത്തിയിട്ടുമുണ്ടാകും. എന്നാൽ ഡാറ്റാബേസിൽ 2 തരം വിവരങ്ങൾ വന്നതോടെ BLOമാരുടെ ഉറപ്പ് പോരാ എന്നും പുനഃപരിശോധന വേണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. 2 പേരും ഒന്നാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രേഖ വോട്ടറിൽ നിന്ന് വാങ്ങി BLO രേഖാമൂലം സാക്ഷ്യപ്പെടുത്തി ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. ഫലത്തിൽ വോട്ടർമാർക്കും BLOമാർക്കും കടുത്ത പണിയാണ് ഇനി വരാനുള്ളത്. കൂടുതൽ പേർക്ക് എത്താൻ പറ്റുന്ന പൊതുസ്ഥലത്തോ വോട്ടറുടെ ബൂത്തിൽ തന്നെയോ സമയം നിശ്ചയിച്ച് ഹിയറിംഗിന് സൗകര്യമൊരുക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. പട്ടികയിൽ നിന്ന് പുറത്തായവരെ സഹായിക്കുന്നതിന് വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജമാക്കാൻ സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും കാരണത്താൽ അസൗകര്യമുണ്ട് എങ്കിൽ തൊട്ടടുത്ത സർക്കാർ ഓഫീസിൽ വില്ലേജ് ഓഫീസർക്ക് സൗകര്യമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. 2 ഉദ്യോഗസ്ഥരെ വീതമാണ് ഹെൽപ്പ് ഡെസ്കുകളിൽ നിയോഗിക്കുക. ഉന്നതികൾ, തീരദേശം, പിന്നോക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി അർഹരായവരെ കണ്ടെത്തി സഹായിക്കുകയും ചെയ്യും. അങ്കണവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സേവനവും ഉപയോഗിക്കും. പരാതികൾ പരിശോധിക്കാനും തുടർ നടപടികൾ ശുപാർശ ചെയ്യാനുമുള്ള ഇലക്ടറൽ റോൾ നിരീക്ഷകരായി 4 IAS ഉദ്യോഗസ്ഥരെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിയോഗിച്ചിട്ടുള്ളത്. ടിങ്കു ബിസ്വാൾ, K. വാസുകി, MG രാജമാണിക്യം, K. ബിജു എന്നീ IAS ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയമിച്ചിട്ടുള്ളത്. K. വാസുകിക്ക് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെയും, ടിങ്കു ബിസ്വാളിന് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളുടെയും, K. ബിജുവിന് തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെയും, MG രാജമാണിക്യത്തിന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെയും ചുമതലകളാണ് നൽകിയിട്ടുള്ളത്. അതാത് ജില്ലകൾ സന്ദർശിച്ച് കളക്ടർമാർ, EROമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി പരാതികൾ പരിശോധിക്കുകയാണ് ലക്ഷ്യം. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിൽ പലയിടത്തു നിന്നായി പേരുകൾ എടുത്തും പരിശോധനയുണ്ടാകും. കമ്മീഷനിൽ ലഭിക്കുന്ന പരാതികളും നിരീക്ഷകർക്ക് കൈമാറും. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഫെബ്രുവരി 21 വരെ ഇവർ നിരീക്ഷണ ചുമതല വഹിക്കുകയും ചെയ്യും.